Hi friends, welcome back to my channel. ഇന്ന് നമ്മളൊരു മേക്കപ്പ് ആണ് കാണാൻ പോകുന്നത്. ഈയിടെയായിട്ട് ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡൾ ഫീലിംഗ് ആണ് വീട്ടിലിങ്ങനെ അടച്ചിരിക്കുമ്പോൾ. മാത്രമല്ല ചുറ്റും എല്ലാം ഭയങ്കര ഡാമേജിങ് ആയിട്ടുള്ള ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ എന്ന രീതിയിലാണ് ഞാൻ മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്നത്. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഫുള്ളി അതിൻ്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെളിയിൽ പോയി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുള്ള വഴികൾ ആലോചിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് ലിപ്സ് മേക്കപ്പ് ആണ്. റെഡ് ലിപ്സ് അല്ലെങ്കിൽ നമുക്ക് വേറെ കളർ ലിപ്സ് വെച്ചിട്ടും ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ബോൾഡ് ലിപ്സിൻ്റെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ന്യൂഡ് ലിപ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം റെഡ് ലിപ്സ് ആണ്. ഒരുപാട് ഡീപ്പ് ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും റെഡ് ആൻഡ് ന്യൂഡ് ലിപ്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് നിറമായ റെഡാണ് കാണിക്കുന്നത്. കാരണം ഇതിനകം ചെയ്ത വീഡിയോസിൽ മിക്കതിലും ഞാൻ ന്യൂഡ് ലിപ്സ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിന്ന് റെഡ് ലിപ്സ് ഇടാനാണ് ഒരു താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു റെഡ് ലിപ്സിൻ്റെ ഒരു മേക്കപ്പാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മേക്കപ്പിന് മുന്നേ എന്തായാലും സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. കാരണം ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് നമ്മുടെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ ഈ ID എന്ന് പറയുന്ന റേഞ്ചിലെ ഈ മോയ്സ്ചറൈസറാണ്. ഇത് ഡ്രൈ സ്കിന്നിന് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസറാണിത്. ലിപ്സിന് വേണ്ടി ഞാൻ ലനേഷിൻ്റെ ഈ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സ്ലീപ്പിംഗ് മാസ്ക് ആണെങ്കിൽ തന്നെ ഞാൻ ഇതൊരു ലിപ് ബാം ആയിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്ന ഈ ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷനാണ്. ഇത് സെഫോറയുടെ ഗ്ലോ പെർഫെക്ഷൻ ഫൗണ്ടേഷനാണ്. എനിക്ക് ഫുൾ കവറേജ്, മീഡിയം ടു ഫുൾ കവറേജ് കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. വളരെ ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ റെഡ് ലിപ്സിൻ്റെ കൂടെ നമുക്ക് ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സെഫോറ കോസ്മെറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. സെഫോറയിൽ കിട്ടുന്ന മറ്റുള്ള ബ്രാൻഡ്സിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സ്മാഷ് ബോക്സ് ആണെങ്കിലും മേക്കപ്പ് ഫോർ അവർ ആണെങ്കിലും പിന്നെ ടു ഫേസ്ഡ് ആണെങ്കിലും അങ്ങനെ എല്ലാ ബ്രാൻഡ്സിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സെഫോറയുടെ ഓൺ ബ്രാൻഡ് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മാക്കിൻ്റെ പ്രോഡക്ട്സിനെക്കാട്ടി കുറച്ചുകൂടെ ഇഷ്ടം സെഫോറയുടെ പ്രോഡക്ട്സ് ആണ്. എങ്കിൽ മാക്കിൻ്റെ പ്രോഡക്ട്സിൻ്റെ പകുതി വിലയെ സെഫോറയുടെ പ്രോഡക്ട്സിനുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അപ്പം സെഫോറയുടെ ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത്. അതേപോലെ സെഫോറയുടെ തന്നെ ഈ ഒരു കൺസീലറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് സെഫോറയുടെ ഹൈ കവറേജ് കൺസീലറാണ്. ഇത് നന്നായിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് കറക്റ്റർ ഒന്നും തന്നെ ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. കൺസീലർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേബിലിൻ്റെ ഈ ഫിറ്റ് മീ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് 25 മീഡിയം മോയിൻ ആണ്. അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഈ ഒരു ബ്രോവിസ് എന്ന് പറയുന്ന ഈ ഒരു പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ബ്രൗൺ ആണ് എൻ്റെ ഷെയ്ഡ് നെയിം. അപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഒരറ്റത്ത് സ്പൂളി വരുന്നുണ്ട്. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ചില ബ്രോസ് പെൻസിൽസ് നല്ലതായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ സ്പൂളി കാണില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കെ ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെൽഫ് ലവ് എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യമായിട്ട് ഈ കളറാണ് ഞാൻ എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു
ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. ഈ ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യാണ്. ഓവറോൾ ലിഡ് കളറായിട്ട് ഞാൻ എൻ്റെ ഹൈലൈറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇന്നർ കോർണറിലും. ഇതാണ് എൻ്റെ ഹൈലൈറ്റർ. ഇത് ബോഡി ലുമിനൈസർ ആണ്, ബാം കോസ്മെറ്റിക്സിന്റെ. ഇതൊരു ഐഷാഡോ കം ഹൈലൈറ്റർ ആണ്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇന്നർ കോർണറിൽ നിന്ന് ഒരു ഐലിഡ്സിന്റെ ഒരു ഔട്ടർ കോർണർ വരെ ഞാനൊന്ന് ചെറിയൊരു വാഷ് ഓഫ് കളർ കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് എൻ്റെ ഒരു ക്ലീൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലോവർ ലാഷ് ലൈനിലും ഈ ഡാർക്ക് ബ്രൗൺ ഐഷാഡോയും ചോക്ലേറ്റ് ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യണം. ബോഡി ഷോപ്പിന്റെ ഈ ഒരു ലിക്വിഡ് ലൈനർ വെച്ചിട്ട് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈൻസ് ലൈൻ ചെയ്യാണ്. മാക്കിന്റെ മാറ്റ് ബ്രോൺസർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കോണ്ടൂർ ചെയ്യുന്നത്. ഇത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കോണ്ടൂറിങ്ങിന് പറ്റിയൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ പിഗ്മെന്റേഷൻ തീരെ പോരാ. എങ്കിലും ഇത് വെച്ചിട്ടൊരു സോഫ്റ്റ് കോണ്ടൂർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എന്നത്തെയും ഫേവറേറ്റ് ബ്ലഷ് മാക്കിൻ്റെ പിൻച്ച്മിയാണ് ഞാൻ ഇന്നും അപ്ലൈ ചെയ്യുന്നത്. വേറെ ഏതൊക്കെ ബ്രാൻഡ്സ് വന്നാലും എനിക്ക് മാക്കിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയ മേക്കപ്പ് ബ്രാൻഡ് മാക്കാണ്. ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്തത് മാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാക്കിനോട് ഇത്ര ഇഷ്ടം. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാണ്. നേരത്തെ യൂസ് ചെയ്ത അതേ പ്രോഡക്റ്റാണ്. മേബ്ലിന്റെ കൊളോസൽ വോളിയം മസ്കാരയാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാക്കിന്റെ റൂബി വൂ ആണ്. എൻ്റെ രണ്ടാമത്തെ ട്യൂബാണ്. ഈ പ്രാവശ്യം ഞാൻ മിനി ട്യൂബാണ് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഒരു ക്ലാസിക് റെഡ് ലിപ്സ് ആണ്. നമുക്കിനി വേറെ രണ്ട് ഓപ്ഷൻസും കൂടെ ഈ ഒരു ഐ മേക്കപ്പ് ലുക്കിന്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് കളർ ലിപ്സ്റ്റിക്കും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു പിങ്ക് കളർ ട്രൈ ചെയ്ത് നോക്കാം. ഷേംബോറിന്റെ ഈ ട്രാൻസ്ഫർ പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിലെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് എന്താണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇതൊരു ബ്രൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഞാൻ അടുത്തതായിട്ട് ട്രൈ ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ
മൂന്നാമത്തെ ലിപ് കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബർഗണ്ടി കളറാണ്. മേബിലിൻ്റെ ക്രീമി മാറ്റ് റേഞ്ചിൽ ബർഗണ്ടി ബ്ലഷ് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് അധികം ഇഷ്ടമല്ല, എങ്കിലും ഇങ്ങനെ ഒരു മേക്കപ്പിൻ്റെ കൂടെ ട്രൈ ചെയ്താൽ നന്നായിരിക്കും തോന്നി. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ് കളർ ഓപ്ഷൻ ഏതാണെന്ന് എൻ്റെ അടുത്ത് പറയണം. ഓഫ് കോഴ്സ് എനിക്ക് റെഡ് ആണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് എൻ്റെ അടുത്ത് പറയണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.